ഹലോ, എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നു. ക്രിസ്മസ് ആയിട്ട് ഞാൻ ലേറ്റ് എണീച്ച ഇന്നലെ രാത്രി ലേറ്റ് ഉറങ്ങി. പിന്നെ എന്താ ചെയ്യുന്നേ, അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ലേറ്റ് ആവില്ലേ. അപ്പോൾ ഞാൻ ഇത് എണീച്ചിട്ട് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞു. നേരെ പോയി നമുക്ക് തൊണ്ടവരം പിടിച്ചു. ബീഫ് മേടിക്കാം, പന്നി മേടിക്കാം, മേടിച്ചിട്ട് വരാട്ടോ. ലെറ്റ്സ് ഗോ ഗേൾസ്, ലെറ്റ്സ് ഗോ ഗേൾസ് പറഞ്ഞു. അമ്മച്ചി എണീച്ചില്ലേ? എണീച്ചിട്ടുണ്ടാവും. ഈ വെള്ളമാണല്ലോ ഇങ്ങനെ. എൻ്റെ അമ്മേ, ഈ ചെറുക്കൊക്കെ കാര്യം പോവാ. നമുക്ക് പാടത്ത് ഇപ്പൊ രാവിലെ എനിക്ക് നല്ല മഞ്ഞുണ്ട് കേട്ടോ. നല്ല കിളികളും അവരെ ഒരു കിളികളുണ്ട്, പറക്കുന്നുണ്ട്. ഇങ്ങനത്തെ നെല്ല് കൃഷി സ്ഥലം എവിടെ കിട്ടും അല്ലേ? നല്ല നല്ല ശുദ്ധം എന്താ പറയൂ, ശുദ്ധവായു. ശുദ്ധവായ കിട്ടും. പക്ഷെ നമ്മൾ കിട്ടും, ശുദ്ധവായ കിട്ടോ? വായു നമുക്ക്. പക്ഷെ ഈ അങ്കമി പുലിനൊക്കെ ഉണ്ടല്ലോ, ഒരു നല്ല വൈവാണ്, നല്ല ക്ലൈമറ്റ്, അടിപൊളിയാണ്. അടിച്ചും മേടിച്ച് പഞ്ഞും മേടിച്ച് നൗ ലെറ്റ്സ് ഗോ. ഇനി കുറച്ച് തേങ്ങ തക്കാളി മേടിക്കണം കേട്ടോ. അതെ, തേങ്ങ മേടിച്ചോ, തക്കാളി മേടിച്ചോ, പിന്നെ ഇത് മസാലകൾ മേടിച്ചൊക്കെ മേടിച്ച് കഴിഞ്ഞു. അപ്പൊ നമുക്ക് വീട്ടിൽ പോവാ. വേഗം ഫുഡ് ഉണ്ടാക്കണ്ടേ? അതും നടക്കൂല. അമ്മച്ചിക്ക് വീട്ടില് ക്രിസ്മസ് ട്രീ ഇട്ടിട്ടുണ്ടോ? എന്റെ വീട്ടിലില്ല. Come on, buddy, come on. You can take. പിന്നെ ഒരു ഈ മേടിച്ചിട്ട് വന്നിട്ട് ഞാൻ വീട്ടിലെ തന്നെ മാത്രം ഇത് പിടിച്ചിട്ട് കൊണ്ടുപോകുമ്പോ ഹസ്ബൻഡ് പണി. ദേ മാങ്ങ എന്തോരം പൂക്കുന്നുണ്ട്. അപ്പൊ കണ്ട് എന്തോരം മാങ്ങ പൂക്ക. ഇതില് മാങ്ങ നിറച്ച് മാങ്ങ വരും. എത്ര വലുതാ വരില്ല മാങ്ങ വരും. അമ്മച്ചേ, ഇങ്ങ ആനാ എവിടെ? പഴം വെക്കാൻ ഒന്നും ഇല്ല. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് അപ്പുകുട്ട. അല്ല, ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുമ്പോ ഒരു കാര്യം ഞാൻ പറയട്ടെ. എല്ലാവരും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് നമ്മൾ ചുമ്മാ പറയണം. പക്ഷെ അത് ഹൃദയത്തിൽ നിന്ന് പറയണം. അത് തന്നെ നമ്മുടെ ഉള്ളിലാണ് ദൈവം ജനിക്കുന്നത്, യേശു ജനിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലാണ് യേശു ജനിക്കുന്നത്. അത് എല്ലാവരും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. മനസ്സിൽ ജനിക്കണമെങ്കിൽ നല്ല മനസ്സ് വേണമെങ്കിൽ ദൈവം നമ്മുടെ മനസ്സിൽ വേണം. എടാ, ദൈവത്തെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക്, ദൈവത്തെ നന്നായിട്ട് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും മോശം ചെയ്യാൻ തോന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ചെയ്യാൻ തോന്നില്ല. അത് ഉറപ്പാണ്. ഈ ദൈവത്തെ വിശ്വസിച്ച ആളാണ് എന്നെ ചവറിൽ കെട്ടിയിടിച്ചത്. ദൈവം യുദാസിനെ പോലും എന്താ ക്ഷമിച്ച് എന്നോട് യുദാസിനോട് ക്ഷമിക്കാം, മനസ്സുകൊണ്ട് ക്ഷമിക്കാം. പക്ഷെ ഇവിടെ അന്ന് നമുക്ക് പിറ്റേ ദിവസം സ്കൂളിൽ പോകാനായിട്ട് യൂണിഫോം വേണമായിരുന്നു. മൂഞ്ചി 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 മൂഞ്ചി.
കളിയാക്കി അപ്പൊ ഈ വാക്ക് അത് പറഞ്ഞല്ല അവരുടെ അനുഭവം പറയണ അതുള്ളൂ. ഇതിപ്പോ ഇന്നലെ ഇവരെന്നെ സ്കൂളിൽ പോകുമ്പോഴേ അന്നൊക്കെ നീ ഷർട്ടൊക്കെ കേൾക്കുന്നത് പിറ്റേ ദിവസം അപ്പൊ തന്നെ പോയി മേടിക്കാനായിട്ട് അതിന്റെ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇടിയാണ് നമുക്ക് ദേഷ്യം തീർക്കാൻ നന്നാവോ? നന്നായില്ലല്ലോ. നീ നന്നായില്ല, നീ നിനക്കെന്താ കുഴപ്പം? നീ നന്നായി മണ്ണാക്ക് വെച്ചിട്ട് പൊക്കം വെച്ചത് ഒന്നുമില്ല. അടിച്ചതുകൊണ്ടാ നീ മര്യാദക്ക് വന്നത്. ഈ കള്ളുകൂടിയും പിടിവലിയും ഒന്നും ഇല്ലാതെ മര്യാദക്ക് വന്നത്. ഞാനൊന്ന് അല്ല ഞാനത് ഞാൻ കണ്ടു വളർന്നുകൊണ്ട് അതിന് ഹേറ്റ് ആയി. കണ്ടു വളർന്ന പിള്ളേര് അപ്പന്റെ കൂടെ ഇരുന്ന് അടിക്കും. അല്ല അമ്മേനോട് സ്നേഹം വേണം. അല്ലാണ്ട് അമ്മയോട് സ്നേഹമല്ലേ അപ്പനെ സപ്പോർട്ട് ചെയ്യുവോ? മനസ്സിലായോ? ഞാൻ അമ്മനെ സപ്പോർട്ട് ചെയ്തന്നെ ഞാൻ കുട്ടി നിർത്തി. എനിക്ക് ഇഷ്ടമല്ല അത്. എന്റെ അപ്പനെ ഇതിനൊക്കെ എടുത്തിട്ട് അടിക്കണോ അലക്കണ പോലെയാണത്. ഓ നല്ല ചോദിക്കുട്ടി 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 ഇതെന്താക്കണേ? ഇടിയപ്പം, എങ്ങനെയുണ്ട് ഇവിടെ? നൂലപ്പം, നൂലപ്പം. ആ നൂലപ്പം. അത് ഇവിടെ പഠിച്ചിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. പക്ഷേ ടേസ്റ്റ് ഉണ്ട്. ഫുഡ് എല്ലാം കഷ്ടപ്പാടാണ്. അതേതൊക്കെ ഫുഡാ? ഇടിയപ്പം കഷ്ടപ്പാടുണ്ട്. പിന്നെ കുറെ നല്ല നല്ല ഫുഡ് കറികളൊക്കെ കഷ്ടപ്പാടാണ്. പക്ഷെ കുഴപ്പമില്ല. സോയിക്കുട്ടിയല്ലേ ഒക്കെ പഠിക്കലോ. പൊറോട്ട പഠിക്കോ? എന്താ മോനെ സോയിക്കുട്ടിയൊക്കെ പഠിച്ച് എന്ന് പറയുന്നത് പഠിച്ചോളാം. ഓ പഠിച്ചോളാം. ഓക്കെ ഓക്കെ. രാവിലെ എന്താ പരിപാടി? ക്രിസ്മസ് ഒക്കെ ആയിട്ട് ക്രിസ്മസ് ആയിട്ട് നമ്മുടെ മുട്ടക്കറി ഇടിയപ്പം. നിനക്ക് രാവിലെ സ്റ്റ്യൂ വേണ്ട പറഞ്ഞല്ലോ. അപ്പൊ മുട്ടക്കറി ആക്കി. ഇന്ന് ജീസസ് ക്രൈസ്റ്റ് കുഞ്ഞിവാവിന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? ജീസസ് ക്രൈസ്റ്റ് കുഞ്ഞാവാ ഉണ്ണിയേശു 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 ജീസസ്. കുട്ടി ഇടിയപ്പം ഉണ്ടാക്കാൻ പഠിച്ചല്ലോ. ഓ മാഡം വാട്ട് ആർ യു ഡൂയിങ്? ഇതെന്താ? What is that? എന്താ? പെണ്ണ് എന്താ കാണിച്ചത് നീ? വീട്ടില് എല്ലാ ആൾക്കാരും ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് നമ്മൾ കഴിക്കാം. നമ്മൾ കഴിച്ചത് നമ്മുടെ വിശപ്പ് മാറ്റാം. അത് കഴിഞ്ഞ നിങ്ങൾക്ക് അങ്ങനെ തോന്നൂലല്ലോ. സത്യമായിക്കൊണ്ടിരിക്കും. നിങ്ങൾ വന്ന് തിന്നോണ്ടിരിക്കും. നമ്മളതിനിടയ്ക്ക് കഴിക്കാൻ മറന്നു പോകും. എല്ലാരും ഒരുമിച്ച് ഇരുന്നിട്ട് കഴിക്കണം. എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ രാവിലെ പലർക്കും പല ടൈമിലുള്ള പക്ഷെ നമ്മൾ വിശേഷങ്ങളെല്ലാം ഒരുമിച്ച് ഇരുന്ന് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. എല്ലാവരും കൂടി മേശം പോലെ അതിന് ഒരാൾക്കടെ ഇപ്പൊ നമ്മളിത് കഴിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഇവര് ഈ കറി ഇഷ്ടമല്ല. അപ്പൊ വേറെ അങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങളുണ്ട്. അതിന് എല്ലാവരും ഒരുമിച്ച് ഉച്ചയ്ക്ക് ഒരുമിച്ച് കഴിക്കട്ടോ. ഉച്ചയ്ക്ക് കഴിക്കൂടി. നിങ്ങൾ വൈകിയല്ലേ കഴിക്കുന്നേ? ആ അതാണ് കുഴപ്പം. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മുടെ പന്നി അങ്കമാലി സ്പെഷ്യൽ പന്നി. സ്പെഷ്യൽ. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ. കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാം. ചോറ് ഇത് നമ്മുടെ മെരിനക വെള്ള ചോറും നമുക്ക് മട്ടൻ റൈസ്. പിന്നെ പുന്നസക്ക് ചിക്കൻ സൂപ്പ് അങ്ങനെ അതാ. അപ്പൊ ഇത് ഫ്രൈ ചെയ്യാം. പലർക്കും പല കറി. നമുക്ക് പച്ചക്കറി അങ്ങനെ ഒന്നും ഉണ്ടാക്കാനില്ല. കൊച്ചു ഇത് കഴിക്കുന്നില്ലോ. കൊച്ചു എരിവ് കൂടുതൽ കഴിക്കില്ല. ചിക്കൻ പിന്നെ ഫ്രൈ ചെയ്യാം അല്ലേ? പാട്ട് പാടാം. ബാ ഞങ്ങൾക്ക് കേരളത്തിൽ എനിക്ക് ചുമന്ന ഡ്രസ് ഇട്ടോണ്ടാണ് ക്രിസ്മസ് ആക്കാണ്ട്. ഞാൻ മാത്രം ചുമപ്പ് ഡ്രസ്. ചുമപ്പ് അല്ലെങ്കിൽ വൈറ്റ്. ഞങ്ങൾ ഒടിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇവനെ അക്രമം ചെയ്യുക. കൈ പിടിച്ചിങ്ങനെ അങ്ങ് ഓടിക്കാൻ നിന്റെ എന്നെ ഇറക്കിവിടുവൊന്നുമില്ല. നീ വളർന്നിട്ട് എന്നെ ഇറക്കണം. എപ്പോഴാണ് പിന്നെ എല്ലാരും നിനക്ക് പിന്നെ കുറ്റം പറയും. പറഞ്ഞത് വലിയ ആളായിട്ട്
നമുക്ക് ഫുഡ് കഴിക്കുന്ന മുമ്പ് കുറച്ച് പാട്ടുകൾ പാടാം, കേരള പാട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് അമ്മനും മോളും പാട്ട് പാടുന്നുട്ടോ. പാട്ട് പാടുന്ന നമുക്ക് അവിടെ ഓണപ്പാട്ടറിയാം, വേറെ ഒന്നും അറിയില്ല. കേരള പാട്ട് ആ അത് യേശു ഉണ്ണിയല്ലേ? കേരളല്ല, അമ്മ കഴിക്കണം കേരളത്തിന്റെ പാട്ടെന്നാണ്. കരോൾ കരോൾ. आनन्द मनाऊ किनभने दाउदको सहरमा तपाईँहरूको निम्ति एउटा मुक्तिदाताको जन्म भएको छ जो क्रिस्ट प्रभु हुनुहुन्छ. ആമേൻ. എല്ലാവരും ആമേൻ പറയാം. അതൊക്കെ മീൻസ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ യേശുക്രിസ്തു ബർത്ത്ഡേ അല്ലേ ജനിച്ചല്ലോ, അത് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യേശു ക്രിസ്തു എന്ന് പറഞ്ഞേ. യേശു ക്രിസ്തു. അത് ക്ലിയർ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് പാട്ട് പാടാട്ടോ. ഏപ്രിൽ സോങ്ങാ? ഓക്കെ. मुक्तिदाता प्रभुको बेथलेहेममा जन्म भयो, शान्त मेरो हृदयमा ख्रीष्ट राजा बसेको, शान्त मेरो हृदयमा ख्रीष्ट राजा बसेको. जय जय बालक राजाको, जय 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 हो सदा. जय जय बालक राजाको, जय 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 हो सदा. आऊ कति रमाइलो खुसीको दिन यो, मुक्तिदाता प्रभुको बेथलेहेममा जन्म भयो, शान्त मेरो हृदयमा ख्रीष्ट राजा बसेको, शान्त मेरो हृदयमा ख्रीष्ट राजा बसेको. ईश्वरको प्रिय पुत्र प्रभु ख्रीष्ट स्वर्गमा महिमा. ईश्वरको प्रिय पुत्र प्रभु ख्रीष्ट स्वर्गमा महिमा. बालकको रूपमा पसिए दुरैमा विश्वमा आवेनी. बालकको रूपमा पसिए दुरैमा हृदयमा ख्रीष्ट राजा बसेको, शान्त मेरो हृदयमा ख्रीष्ट राजा बसेको. गोटु हृदय ढोरेर आज प्रभुजी राज गरिदेऊ. गोटु हृदय ढोरेर आज प्रभुजी राज गरिदेऊ. आऊ कति रमाइलो खुसीको दिन यो, मुक्तिदाता प्रभुको बेथलेहेममा जन्म भयो, शान्त मेरो हृदयमा ख्रीष्ट राजा बसेको, शान्त मेरो हृदयमा ख्रीष्ट राजा बसेको. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. 1, 2, 3. Happy Christmas. അപ്പൊ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഫുഡ് സ്പെഷ്യല് ബീഫ് കറി. ശരിയാ, പക്ഷെ മൈക്ക് റെഡി ആയില്ല. എവിടെ മൈക്കെന്തി എവിടെ? അപ്പൊ നമുക്ക് ഫുഡ് സമയമായി, ഫുഡ് കഴിക്കാം. അപ്പുകുട്ട കഴിക്കുന്നില്ല. അപ്പുകുട്ട രാവിലെ ഇടിയപ്പം ബീഫ് കഴിച്ചിട്ട് വയറ് ഉണ്ണായിരുന്നുണ്ട്, ഫുള്ളുണ്ട് പറഞ്ഞു. വൈകുന്നേരം അവന് ഫുട്ബോളും ഉണ്ട്. അതെ, അപ്പൊ നമുക്ക് ചിക്കൻ ഫ്രൈ, പോർക്ക്, ബീഫ്, റൈസ് and the special main കാന്താരി ട്ടോ. ഈ കൊച്ചു എല്ലാപ്പോഴും പോയി കാന്താരി കുറച്ചുകൊണ്ട് കഴിക്കും. പിന്നെ നമുക്ക് വേറെ പച്ചക്കറി അങ്ങനെ ചാർക്കറി ഒന്നും ഉണ്ടാക്കി കുറെ ഉണ്ടാക്കും. നമുക്ക് വീട്ടിൽ ആരും കഴിക്കൂല. എനിക്ക് ചാർക്കറി വേണ്ട, അപ്പുക്കും ചാർക്കറി വേണ്ട. ചാർക്കറി കഴിക്കുന്ന ഏലുകുട്ടിയാമച്ചും പിന്നെ കുറച്ച് ചാറുകറി കഴിക്കും. അവൻ അങ്ങനെ ഒന്നും കഴിക്കില്ല. നമുക്ക് ഒരു കറി മാത്രം. നമ്മൾ ഇന്ന് വാങ്ങിച്ചത് ബീഫും ഇത് മാത്രമേ ഉള്ളൂ. ചിക്കൻ നാളെ വാങ്ങിച്ചിട്ട് ചിക്കൻ ഇന്നലെ മേടിച്ചപ്പോ പകുതി കഴിച്ചാണ്, പകുതി ഉണ്ടായിരുന്നു. അപ്പൊ ഫ്രൈ ചെയ്ത. അപ്പൊ നമുക്ക് കഴിക്കാം. അമ്മ
അമ്മ അവിടെ ഉണ്ട്, അമ്മ കാണിച്ചു കൊടുക്കാം. അവിടെ ഇരുന്ന് കഴിക്കുന്നത് അമ്മക്ക് ഇങ്ങ ഇരിക്കുന്ന പറ്റൂല, പൊക്കം കൂടുതലല്ലേ. അപ്പൊ സോഫ അവിടെ പൊക്കം അമ്മക്ക് വേണ്ടി പറ്റിയ അല്ലേ? ഇങ്ങനെ ഉണ്ടോ? ഇല്ലോ കുഴപ്പമില്ല. പന്നി പന്നി നല്ലതാ. പന്നിയല്ല പന്നി. പന്നി ടേസ്റ്റ് ആണ്, ബീഫ് ടേസ്റ്റ് ആണ്? രണ്ടും കുഴപ്പമില്ല. രണ്ടും കുഴപ്പമില്ല. എത്ര ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് പന്നി തിന്നണേ അല്ലേ? കഴിഞ്ഞ സമയത്ത് എടുത്തത് നമ്മള്. അപ്പൊ കഴിച്ചോ. കുനിച്ച് വീരും ട്ടോ, താഴെ വാ. Let's start. പോർക്ക് ഇഷ്ടമല്ല, സിജിയമ്മക്കും ഇഷ്ടമല്ല. കാണുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ ആരും കൂട്ടാത്തവർ ഇവിടെ നല്ല ടേസ്റ്റ് വെച്ചിട്ടുണ്ട്. ആദ്യം പോർക്ക് കഴിക്കില്ല. ഞാൻ വെള്ളം നല്ല പോർക്ക് കഴിക്കുള്ളൂ. ഇവിടെ കഴിക്കോ എല്ലാരും പറയണതേ നമ്മൾ കൊണ്ടുപോകുന്നില്ല, നമ്മൾ സംസാരിച്ച്. सब लोग बोल रहे हैं तुमको किधर भी लेके नहीं जा रहा है, बोल रहे हैं. तुम बोलो. ट्रैवल करना अच्छा नहीं लगता है? only eating. അവർക്ക് എന്താ ഇഷ്ടം? മാളും ഇഷ്ടം, ഷോപ്പിംഗ് മാളും ഇഷ്ടം. അങ്ങനെ ഞാൻ കൂടുതൽ ലുലു മാൾ കൊണ്ടുപോകും. അന്നെ ഒരു പ്രാവശ്യം സെൻട്രൽ മാൾ കൊണ്ടുപോയി, ഒരു പ്രാവശ്യം ലുലു മാൾ കൊണ്ടുപോയി. പിന്നെ മാക്സ് 2 ദിവസം മുമ്പ് ഞാൻ കൊണ്ടുപോയില്ലേ. ഈ പറഞ്ഞ അന്ന് ഇതിന് ഇവിടെയൊക്കെ പോയിട്ട് ഇഷ്ടമുണ്ട്. നമ്മൾ ആലപ്പുഴയൊക്കെ പോയിട്ട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവർക്ക് ചേച്ചിക്കില്ല, കൊച്ചിനുമില്ല. അവർക്ക് ആർക്കും ട്രാവൽ ചെയ്യാൻ താല്പര്യമില്ല. അവർക്ക് വീട്ടിൽ താല്പര്യം ആരൊക്കെ ഉണ്ടായോ ജോലി മേടിക്ക്. അത് തന്നെ വേറെ ആടുമ്പോ താല്പര്യമില്ല. വീട്ടിൽ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി വർത്തമാനം പറയുന്നു, അങ്ങനെ ഇഷ്ടമാണ്. പിന്നെ ഈ പിള്ളേരൊക്കെ എവിടെങ്കിലും പോയി ഡ്രസ്സുകൾ മേടിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഐസ്ക്രീം കഴിക്കുന്നു, അങ്ങനത്തെ ഇഷ്ടമാണ്. എല്ലാരും കിടന്നുറങ്ങി, ഞാൻ മാത്രം ഉറങ്ങില്ല. ഞാൻ ഒരു ഇത്തിരി ഉറങ്ങി തുടങ്ങിയപ്പോ ഇവളെന്നെ വന്ന് വിളിച്ചു കൊച്ചിനെ കിടത്താൻ വേണ്ടിട്ട് കട്ടിൽമേ. അപ്പൊ ഞാൻ താഴെ കിടക്കണം, താഴെ കിടന്നു. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ എന്നിട്ട് ഉറങ്ങിട്ട് നമുക്ക് ഉറങ്ങില്ല. ചോറും ഉണ്ടിട്ട് നന്നായിട്ട് ഉറങ്ങി. കുറച്ചുറങ്ങി കഴിഞ്ഞപ്പോ നീ ആരെ കിടക്കാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഉറക്കം പോയി. പിന്നെ അങ്ങനെ നടന്നു ഉറങ്ങുന്നു. ചോറ് ഉണ്ടിട്ട് എല്ലാരും ഉറങ്ങിപ്പോയി. ഞാനും ഉറങ്ങിയിട്ടില്ല. ഫോൺ നോക്കുന്നുണ്ടാണോ? അപ്പൊ അപ്പൊ പറയാം ബാ ഉറങ്ങാൻ പറയാം. 2 പേരും ഉറങ്ങിപ്പോയി. കുറെ തിന്നിട്ട് നമുക്ക് ശരീരം ഇതാവും, ക്ഷീണാവും. അപ്പൊ നന്നായിട്ട് ഉറങ്ങി. കുറച്ചു നേരമായി എണീച്ചിട്ട് ചായയൊക്കെ കുടിച്ചോ. പിന്നെ അമ്മച്ചി പോയി അല്ലേ? അമ്മച്ചി 5:30 ആയപ്പോ പോയി. അമ്മച്ചി ഇന്ന് ഫുൾ സിനിമ കണ്ട് 3 സിനിമ കണ്ട് 3 കണ്ട്. അമ്മച്ചി ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഫുൾ സിനിമ കണ്ടിട്ട് പിന്നെ പോയി. അമ്മ ഉറങ്ങണം. അപ്പൊ നമുക്ക് വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ. ഇന്ന് എവിടെങ്കിലും പോവാ വിചാരിച്ച, പക്ഷെ നമ്മുടെ ആരുമേ ഫ്രീ ഇല്ല അല്ലേ? അപ്പൂനും ഫുട്ബോളുണ്ട്, പോപ്പിച്ചിരക്കും ഫ്രീ ഇല്ല. അത് കാരണം എവിടെയും പോയില്ല. വീട്ടില് തന്നെ ആണ്. പുണ്യസുക്കുട്ടി അവിടെ ആന്റിക്ക് വീട്ടില് പോയിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ ക്രിസ്മസ് ആകുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം. അല്ല അതെന്താണെന്നറിയോ? പണ്ടത്തെ ക്രിസ്മസിന് സന്തോഷം എന്താണെന്ന് വെച്ചാൽ അന്നാണ് നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നത്. അതെ, അതുകൊണ്ടാണ് നമുക്ക് ഇറച്ചി കിട്ടണയിൽ അല്ലെങ്കിൽ പലഹാരം. ഞങ്ങൾക്ക് ഇവിടെ അമ്മച്ചിയാണ് അന്നാണ് ഈ അപ്പമൊക്കെ ഉണ്ടാക്കുന്നത്, കള്ളപ്പമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കന്ന് ഭയങ്കര ഇതാണ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്ത് വേണേലും എപ്പോഴെങ്കിലും എല്ലാവർക്കും വാങ്ങിച്ചു കഴിക്കാം. അതുകൊണ്ട് ഫുള്ള് നമ്മുടെ നോൺ വെജ് ഉണ്ടാവും, മീൻകറി ഉണ്ടാവും. അങ്ങനെ അതുകൊണ്ട് അതിനോട് പ്രത്യേകിച്ച് ഇതാരത് കേക്ക് നമുക്ക് ക്രിസ്മസിൽ മാത്രം കേക്ക് കിട്ടും. അപ്പൊ ഇപ്പൊ ഫുൾ ടൈം കേക്ക് എപ്പോ വേണേലും പോയാന്നോ മമ്മിന്റെ വീട്ടില്? എന്തൊക്കെ ചെയ്തു മമ്മിക്ക് വീട്ടിൽ പോയി? മമ്മിന്റെ വീട്ടിലോ ചേട്ടനും മമ്മിന്റെ വീട്ടിലൊരമ്മ. അലീന ചേച്ചിയുടെ വീട്ടിലുണ്ടല്ലോ ട്രീ അല്ലേ? അമ്മന്റെ വീട്ടിലില്ലല്ലോ. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. എടുത്തു വെച്ചില്ല. നമുക്ക് വീട്ടിലുണ്ടായിരുന്നല്ലോ. അങ്ങനെ ക്രിസ്മസ് കഴിഞ്ഞു. എല്ലാവരും നല്ല രീതിയിൽ ക്രിസ്മസ് ഉണ്ടാവും വിചാരിക്കുന്നു. പണ്ടെങ്ങനെയാണെന്നറിയോ? നമുക്ക് അപ്പച്ചന് ബേക്കറി ഉണ്ടായിരുന്നല്ലോ, കേക്ക് ഉണ്ടാക്കുക. എന്നിട്ട് അപ്പച്ചന് ഈ ക്രിസ്മസിന് കേക്ക് നമുക്ക് തരും. അപ്പൊ നമ്മൾ അയൽവക്കത്തൊക്കെ കൊടുക്കും. അങ്ങനെയായിരുന്നു പണ്ട്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ആർക്കും വേണ്ട. വേണ്ട.
പണ്ട് നമുക്ക് കാത്തിരിക്കും. കാത്തിരിക്കും. നമുക്ക് ദീപാവലിയിലുണ്ടല്ലോ ഈ ഹിന്ദു ആൾക്കാരെ വീട്ടില് കൊണ്ടുപോയി അത് കാത്തിരിക്കും. പിന്നെ നമ്മുടെ ക്രിസ്ത്യൻ ആൾക്കാർ പിന്നെ ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു പണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഈ പെസഹായിക്ക് നമ്മൾ അപ്പവും റൊട്ടിയും പാലും അയൽവക്കത്തൊക്കെ കൊടുക്കുമായിരുന്നു ഹിന്ദുക്കളുടെ വീട്ടില്. അവരപ്പൊ വിഷുവിനൊക്കെ നമ്മൾക്ക് ഫുഡ് തരുമായിരുന്നു. ഇപ്പൊ പിന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊടുക്കലും ഇതില്ലാത്തൊരു അവസ്ഥയായി. ഇപ്പൊ അങ്ങനെ ആരും ഇഷ്ടമില്ല അങ്ങനെ ചെയ്യുന്നത്. അടുത്ത വർഷം എല്ലാരും ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം അല്ലേ അമ്മേ? അങ്ങനെ നമുക്ക് എന്താ പറയൂ അവസരം കിട്ടട്ടെ എല്ലാവർക്കും. അപ്പൊ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോ എന്താ പറയും അത്രയാണ് അല്ലേ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയില് കാണാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ലവ് യു ഗൈസ്. സീ യു ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാപ്പി ക്രിസ്മസ് പറഞ്ഞിട്ട് എൻസിക്കുട്ടി ക്രിസ്മസ് റിംഗ് ഉണ്ടാക്കി കാണിച്ചു തന്നു. മെറിനെ ബൈ, ഗുഡ് നൈറ്റ്. അപ്പോൾ ഇന്ന് നമ്മള് എന്റെ പടക്കം ചെയ്യുക. അപ്പോൾ ഇന്ന് എന്റെ ബോള് അതെ ധരിക്കണോ? പൊട്ടിക്ക് പൊട്ടിക്ക് എന്റെ അമ്മേ. കാണിച്ചോ ചുന്ദരി കാണിച്ചോ എന്താ ഉണ്ട് ചുന്ദരിക്ക് കയ്യിൽ എന്താ ഉണ്ട് കാണിച്ച്. ഓക്കെ പൊട്ടിക്കോ. കാലിലല്ലോ ചെയ്യണോ?